സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ തല കെട്ടിയൊക്കെ വെച്ചിരിക്കുകയാണ്, കാരണം ഞാൻ കുളിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ കഴിഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു, ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ആ സിനിമയുടെ ഒരു റിവ്യൂ പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. സിനിമ സർവ്വം മായയാണ്. നമ്മളുടെ നിവിൻ പോളിയുടെ, അജു വർഗീസ്, അഖിൽ സത്യൻ്റെ ഡയറക്ഷനിൽ വന്നിട്ടുള്ള സിനിമയാണ് സർവ്വം മായ. ഓക്കെ, അഖിൽ സത്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ആക്ച്വലി ഡീറ്റെയിൽസ് നോക്കാൻ വേണ്ടിയിട്ട്. അഖിൽ സത്യം നമ്മുടെ സത്യൻ അന്തിക്കാട് സാറിൻ്റെ മകനാണ്. പാച്ചും അത്ഭുത വളക്കും, അതേപോലെ അതുമാത്രം ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇതിനകത്ത് കൊടുത്തേക്കുന്നത് ദാറ്റ്സ് മൈ ബോയ്, അങ്ങനെ 3 സിനിമയാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. സോ പാച്ചും അത്ഭുതങ്ങൾക്കും കണ്ടിട്ടുള്ളവർക്കറിയാം, അത് വളരെ ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു മൂവിയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ സർവ്വമായും വരുന്നത്. സോ സർവ്വമായയിൽ മെയിൻ കാസ്റ്റിംഗ് എന്ന് പറയുന്നത് നിവിൻ പോളി ഉണ്ട്, അജു വർഗീസ് ഉണ്ട്. പിന്നെ അതിനകത്തൊരു ലീഡ് ക്യാരക്ടേഴ്സായിട്ട് നമ്മളുടെ അൽത്താഫ് ഉണ്ട് അതിനകത്ത്. പക്ഷേ കുഞ്ഞു ക്യാരക്ടറാണ്, പക്ഷെ നല്ലൊരു ക്യാരക്ടറാണ്. പിന്നെ വിനീതുണ്ട്, നമ്മൾ ഡാൻസർ വിനീതുണ്ട്, അദ്ദേഹമുണ്ട്. പിന്നെ ഒരു 2 ലേഡി ക്യാരക്ടേഴ്സാണുള്ളത് മെയിനായിട്ട്. ഒന്നെന്ന് പറയുന്നൊരു ന്യൂ കമറാണ്, അവളുടെ പേര് റിയ ഷിബു ആണ്. ആക്ച്വലി ഇതിനകത്ത് നിവിൻപോളിലൂടെ കംപ്ലീറ്റ് ആയിട്ട് ഉള്ളൊരു സ്ക്രീൻ പേസ് ഷെയർ ചെയ്തേക്കുന്ന ഒരാളെന്ന് പറയുന്നത്. പിന്നെ വരുന്നത് പ്രീതി മുകുന്ദനാണ്, നമ്മളുടെ മെയിനെ പ്യാർക്കിയ കണ്ടിട്ടുള്ളവരൊക്കെ അറിയാമായിരിക്കും. ആ സിനിമയ്ക്കകത്ത് നായികയാണ്. സോ ആൾക്കാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റോൾ വരുന്നുണ്ട്. സോ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിനിമയാണ്. ഞാൻ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു സിനിമ കാണുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഓൾറെഡി പേളിമാണിയുടെ ഇൻ്റർവ്യൂസും കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഓൾറെഡി അറിയാം, നിവിൻ അജു കോംബോ എന്ന് പറയുമ്പം നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് കൊടുക്കും അല്ലേ. സോ ആ ഒരു എക്സ്പെക്റ്റേഷൻസ് കംപ്ലീറ്റ്ലി മേക്ക് ചെയ്യുന്ന ഒരു സിനിമയാണ് സർവ്വം മായ എന്ന് പറയുന്നത്. സോ പക്ഷേ വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നിവിൻ അജു കോംബോ പ്രതീക്ഷിച്ച് പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് വേറൊരു കോമ്പിനേഷനാണ്. ഞാൻ പറഞ്ഞില്ലേ, റിയ എന്ന് പറയുന്ന ആ ഒരു ന്യൂ കമറും നിവിൻ പോളിയുടെയും ഒരു കോംബോ. ആ ഒരു കോംബോ എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഉണ്ട്. ആ ഒരു സിനിമയിൽ ആ ഒരു റിയ കൊച്ച് വളരെ ക്യൂട്ട്നെസ്സാണ് കൂടുതൽ ആ കൊച്ച് കാണിക്കുന്നത്. പക്ഷെ വളരെ ഒട്ടും ഓവറാവാതെ ആ ഒരു ലിമിറ്റിൽ നിന്നുകൊണ്ട് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് കോമഡീസ് വർക്കൗട്ട് ആവുന്ന ഒരു സിനിമയാണ്. എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു സിനിമ. ഒരു ഹൊറർ കോമഡിയാണ് ആക്ച്വലി. ഹൊറർ കോമഡി എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ പേടിക്കാനുള്ള ഹൊററൊന്നുമില്ല. പക്ഷേ ആ ഒരു പ്രേതത്തോട് വരെ നമുക്ക് സ്നേഹം തോന്നുന്നൊരു തരം സിനിമയാണ്. നമ്മളുടെ അങ്ങനൊരു നിഗൂഢത നിറഞ്ഞിട്ടുള്ള സിനിമകളൊന്നുമല്ല. നമ്മൾ ഈ സിനിമ കണ്ടിട്ടില്ലേ, ദേവദൂതൻ. സോ അതുപോലെ നമുക്കൊരു ഫീല് വരുന്നൊരു സിനിമയാണ് ആക്ച്വലി ഇത്. വളരെ മനോഹരമായിട്ടുള്ള സിനിമയാണ്. ഡയറക്ഷൻ ആണെങ്കിലും ആ ഒരു ക്യാമറയാണെങ്കിലും എല്ലാം ആണെങ്കിലും എഡിറ്റിങ്, കാരണം ആ ഡയറക്ടർ തന്നെയാണ് അതിൻ്റെ എഡിറ്ററാണ് ഞാനിത് നോക്കിയപ്പോൾ കണ്ടത്. അതവർ ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അഗസ്റ്റ് എന്ന് പറഞ്ഞൊരു എഡിറ്ററാണ്. അപ്പം ആളൊരു സിനിമ ചെയ്യുന്ന സമയത്ത് ആൾക്കറിയാം നല്ലത് ഏതാണ് ചീത്ത ഏതാണ്, എവിടെ കത്രിക വെക്കണമെന്ന് ആൾക്ക് വ്യക്തമായിട്ടറിയാം. സോ അതൊക്കെ ഈ സിനിമയ്ക്ക് അത് പെർഫെക്റ്റ് ആയിട്ട് നമുക്കത് ഒരു ബ്യൂട്ടിഫുൾ, എന്താ പറയുക, എനിക്കത് പറയാൻ വാക്കുകളില്ല ആക്ച്വലി. സോ അതുപോലെ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ധൈര്യമായിട്ട് പറയാം. 2025 അവസാനിക്കുന്ന സമയത്ത് അഖിൽ സത്യൻ എന്ന ഡയറക്ടർ നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും നല്ലൊരു കാര്യമാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. അഖിൽ സത്യൻ സാറിൻ്റെ പാച്ചും അത്ഭുതങ്ങൾക്ക് തരുന്ന സിനിമയും ഞാൻ ഇതുപോലെ തിയേറ്ററിൽ പോയി കണ്ടിട്ട് എനിക്ക് കംപ്ലീറ്റ്ലി വർക്കൗട്ടിലിട്ടൊരു സിനിമയാണ്. കാരണം എനിക്ക് ഫഹദിൻ്റെ കോമഡി എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതാണെങ്കിലും പുള്ളി അവിടെ നല്ല രീതിക്ക് എന്താ പറയുക എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ നല്ല രീതിക്ക് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുപോലെ തന്നെയാണ് ഇത് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച നമ്മളുടെ പഴയ നിവിൻ പോളി തിരിച്ചു വന്നു എന്ന് തന്നെ കംപ്ലീറ്റ്ലി നമുക്ക് പറയാം. സോ അജു വർഗീസിൻ്റെ ആണെങ്കിലും നിവിൻ പോളിയുടെ ആണെങ്കിലും ആ ഒരു കോമ്പിനേഷൻ സീൻസും, പിന്നെ ഈ ഒരു നമ്മൾ റിയ, ആ പ്രേതം വരുന്നത്, റിയാണ് ഇതിനകത്ത് പ്രേതമായിട്ട് വരുന്നത്. സോ ആ ഒരു പ്രേതം വരുന്ന സീൻസും എല്ലാം നല്ല രസമാണ്. ആക്ച്വലി ഇവരൊരു ബ്രാഹ്മൺ ഫാമിലിയിൽ നിന്നായിരിക്കും. അജു വർഗീസ് നിവിൻ പോളിയുടെ കസിനാണ്. സോ നിവിൻ പോളി എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു മ്യൂസീഷ്യനൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് മ്യൂസിക് ഇഷ്ടപ്പെടുന്ന മ്യൂസീഷ്യനായിട്ട് വളരാൻ ആഗ്രഹിക്കുന്ന ഒരാളൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ട്. പക്ഷേ അച്ഛൻ നല്ല പൈസയുള്ള ആളാണ്, കാരണം ഒരു അമ്പലത്തിലെ മേൽശാന്തിയാണ്. അപ്പോൾ ആൾക്ക് ഇതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് വീട് വിട്ട് ഇറങ്ങുന്നതാണ്. അമ്മ മരിക്കുന്ന സമയത്ത് ആൾ വീട് വിട്ട് ഇറങ്ങുന്നതാണ്. അതിൻ്റെയൊക്കെ കഥകളൊക്കെ
മനോഹരമായിട്ട് തന്നെ നിവിൻപോളിയുടെ വോയിസ് അല്ല, ആ ഒരു വോയിസ് മോഡുലേഷൻ നമ്മൾ ജേക്കബിൻ്റെ സ്വർഗ്ഗരാജ്യത്തിലൊക്കെ നിവിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെയാണ് ഈ സിനിമ പോകുന്നത്. ഇതിൽ ഒരുപാട് ഗസ്റ്റ് റോളുകളായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. പ്രിയ വാര്യർ വരുന്നുണ്ട്, നമ്മളുടെ അൽഫോൺസ് പുത്രൻ വരുന്നുണ്ട്. പിന്നെ നമുക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ ജനാർദ്ദനൻ സാറുണ്ട്. എനിക്ക് തോന്നുന്നു ജനാർദ്ദനൻ സാർ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഒരു സ്ക്രീനിലേക്ക് വരുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇഫ് ഐ എം നോട്ട് റോങ്, സോ തെറ്റാണെങ്കിൽ ക്ഷമിക്കാം. പക്ഷെ ഞാൻ ഒരുപാട് കാലത്തിന് ശേഷമാണ് അദ്ദേഹത്തെ അത്രയും എനർജറ്റിക്കായിട്ട് ഒരു സ്ക്രീനിൽ കാണുന്നത്. നമുക്ക് വളരെ ഗുഡ് മൊമെൻ്റാണ് പുള്ളി അത്രയും എനർജറ്റിക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുക എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് കാസ്റ്റിംഗ് വരുന്നുണ്ട് ആ സിനിമയ്ക്കകത്ത്. പിന്നെ നമ്മുടെ അരുൺ വരുന്നുണ്ട് ഈ ഫിലിമിനകത്ത്, പടക്കളത്തിനകത്തൊക്കെയുള്ള. പിന്നെ അത്യാവശ്യം നല്ല കാസ്റ്റിങ്ങുള്ളൊരു പടം തന്നെയാണിത്. നല്ല രീതിക്ക് ആളുകൾക്ക് വർക്കൗട്ട് ആവുന്നൊരു പടം തന്നെയാണ്. സോ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ മാക്സിമം കാണാൻ വേണ്ടി നോക്കുക. കാരണം നിവിൻപോളിയുടെ ഒരു തിരിച്ചു വരവെന്ന് പറയുമ്പോൾ നമ്മളും ആളത്രയും സപ്പോർട്ട് ചെയ്യുക. സോ സിനിമ തിയേറ്ററിൽ പോയി കണ്ടാൽ വർത്താണ്, ഞാൻ ഗ്യാരണ്ടിയാണ് അതിന്. സോ എല്ലാവരും സിനിമ മാക്സിമം തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടി നോക്കുക. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സിനിമയാണ്, എനിക്ക് റിയലി ഇഷ്ടപ്പെട്ടു. സോ നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയാം. പക്ഷേ സിനിമ കാണാൻ താല്പര്യമുള്ളതാണെങ്കിൽ പെട്ടെന്ന് ടിക്കറ്റ് എടുത്തിട്ട് പെട്ടെന്ന് പോവാം. ഓക്കെ, സോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ ഇപ്പം വ്യൂവേഴ്സ് കുറവാണ്, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. മേ ബി എൻ്റെ കണ്ടൻറ്റ് മോശമായതുകൊണ്ടായിരിക്കും. ഞാൻ നല്ല കൂടുതൽ കണ്ടൻറ്റ്സ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടൻറ്റ്സുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. സോ അതുവരെ ബൈ ബൈ.